ഇല്ല, പക്ഷേ ഇന്നത്ര പോരായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി പോയിട്ട് എവിടെന്നെങ്കിലും നല്ലൊരു വെള്ളവും കൂടെ കുടിച്ചിട്ട് പോകണം. മേഘ ഇത്രയും കഴിക്കൂടി സംഭവമായിരുന്നു. മതി മതി, ഇത് തന്നെ തീരണില്ല, കുറേ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞാനും മേഘയും കൂടി പോവാണ്. അപ്പോൾ ഹാർലി മൂടി പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ആ ഒരു ബൈക്കിൻ്റെ കവറാണ്. ഭയങ്കര കിടിലൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ ലോ പ്രൈസുമാണ്. പ്രൈസ് ഏകദേശം ഒരു 300 രൂപയ്ക്കകത്തൊക്കെ ഉള്ളൂ. ഓക്കെ, ഞാനും മേഘയും ഉണ്ട്. ഫുള്ള് വലിച്ചിട്ടോ. ഇനി നേരെ പോകുന്നത് ശാസ്താനട, അവിടെ എവിടെയെങ്ങാണ്ടാണ് ഈ പഴിഞ്ഞി കിട്ടുന്ന സ്പോട്ടുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് പഴിഞ്ഞു കുടിക്കണം. ഓക്കെ, വേളാവൂരിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ പോയിട്ട് പഴിഞ്ഞിയുടെ സമയം കഴിഞ്ഞെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് അടിക്കാം. എന്തായാലും മീൽസ് എന്തെങ്കിലും വേണം. മീൽസും ഫിഷും കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കണം. അവിടെ കിട്ടിയില്ലെങ്കിൽ വരുന്ന വഴിക്ക് വേറെ എവിടെയെങ്കിലും മീൽസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി. ഇതാണ് പഴങ്കഞ്ഞി കട. ചേച്ചി, പഴങ്കഞ്ഞി ഉണ്ടോ? പഴങ്കഞ്ഞിയാ? ഇവിടെ അങ്ങോട്ടൊക്കെ സ്പേസ് ഉണ്ടല്ലേ? യൂട്യൂബ് കാണിക്കൂല. അപ്പം കാണിക്കണ്ടെങ്കിൽ കാണിക്കണ്ട. ചേട്ടാ എവിടെ സ്ഥലം? ഇവിടെ തന്നെ. അപ്പോൾ അടിപൊളി സെറ്റപ്പൊക്കെയാണ്. പഴങ്കഞ്ഞി കുടിക്കാൻ ഇത്രയും ബിൽഡപ്പോ അടിപൊളി. ഹലോ, പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ കുറേ കേട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന്. അപ്പം നമ്മളും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പഴങ്കഞ്ഞി വേറെ എന്തുണ്ട്? ഊണില്ലേ? ഊണ് ഇന്നില്ല. ഓ, അങ്ങനെ വേണ്ട. അല്ല, ഊണ് നമുക്ക് കറക്റ്റ് നിങ്ങളെ ഫുൾ മെനു ആയിട്ട് ഇല്ലല്ലോ, എല്ലാ സാധനങ്ങളും ഉള്ള ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടോ? ഫിഷ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് 2 പഴിഞ്ഞെടുക്കാം. മേടിച്ചാൽ നമുക്ക് തീർക്കാൻ പറ്റുമോ? ഇവള് പറ്റുമോ? ഇവക്ക് കുറച്ചെടുത്താൽ മതി ഫസ്റ്റ്. പിന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം. ഓക്കെ, എല്ലാം മുള ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ആ ബാക്കിലൊക്കെ വയലാണല്ലേ? ബാക്കിൽ കാണുന്നെല്ലാം വയലും കാര്യങ്ങളൊക്കെയാണ്. ഇതേപോലെ ചെറിയ ചെറിയ ഹഡായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ പേരെന്തോ? രമണിയാ? ഓക്കെ, ഇവിടെ തന്നെയാണല്ലോ സ്ഥലം? ഇതാണ് ഇവരുടെ കിച്ചൺ. ഇവിടെ തന്നെയാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? നീ എന്തൊന്നും അവിടെ കയറിയിരിക്കണം? എണിച്ച് വാ, ഇറങ്ങി വാ. എന്ത്? പഴിഞ്ഞ് നീ തന്നെ കുടിക്കണം, ഇറങ്ങി വാ. വ്ളോഗൊന്നും ചെയ്യാതെ അവിടെ പോയി ഇരിക്കുകയാണ് അവള്. ഓക്കെ, പോ. അവിടെ കൈ കഴുകാനുള്ള സ്പേസ് ഇതേപോലെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതാരണം ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി സ്ഥലം. ഇതാണ് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട് കയറി വരുന്ന വഴി കേട്ടോ. നമ്മുടെ പേരെന്താ? ഇവിടെ തന്നെ ഉള്ളതാണ്? ഇവിടെ ജോലിക്ക് അടിക്കണത്? ഇവിടെ ആരുടെയാണ് ഈ ഷോപ്പ്? മോൻ്റെതാണ്. ഓക്കെ, ചോറിട്ടു അതിന് ശേഷം തൈര് ഒഴിക്കും അല്ലേ? ഇനി എന്തുവാണ്? മാങ്ങ അച്ചാറ്. ഇത് ഒഴിച്ചുവിട്ടാണ് പുളിശ്ശേരി, രസം. ചക്കയാണല്ലേ?
ചക്ക നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഉണ്ടോ? ഇതിൽ കഴിഞ്ഞല്ലേ? ആ, അതിൽ കൂടെ ഉള്ള ബാക്കി ഐറ്റംസ് ആണ്. കാത്തോരൻ, ഓക്കെ. കരുവാട് പൊരിച്ചത്. ഇതെന്താണ്? മത്തി. ഓക്കെ. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ തരുന്നത്. ഇനിയുണ്ടോ? കുടംപുളി ഇട്ട് വെച്ച മത്തിക്കറി, അതതിൻ്റെ സൈഡിൽ. ഇത് തലേ സമയം വെക്കണേ? അതെ, ഇന്ന് തന്നെ വെക്കണം. തലേ ദിവസം വയ്ക്കും. അത് ഒരുപാട് വയ്ക്കും. നമ്മൾ വെച്ചതിന് ശേഷം കുറച്ച് അങ്ങനെ വറ്റിച്ചെടുക്കും. തലേ ദിവസത്തത് വറ്റിച്ചെടുക്കണം, അതാണ് ടേസ്റ്റ്. പിന്നെ ഇത് എത്രയാണ് എല്ലാ ദിവസവും അച്ചാർ ഓരോ ദിവസവും. മുളക് എന്തെങ്കിലും ഉണ്ടോ? പച്ചമുളക്, ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഒരു പഴിഞ്ഞിയായിട്ട് നമുക്ക് തരുന്നത്. ഓക്കെ, ഇതിന് എത്ര വില വരുന്നത്? 80 രൂപ ഉള്ളൂ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വെറും 80 രൂപയ്ക്കാണ് ഇവരിത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഈ സ്ഥലം മുത്തിപ്പാറ പോണോ? 3 മൂട്. ഓക്കെ, അവിടെ. ഓക്കെ, അത് കൊണ്ട് മേഘ ഇത്രയും കഴിക്ക് കുടുങ്ങി. ഹെവിയുണ്ട്, നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അടുത്ത റീൽസിനുള്ള ഷൂട്ട് ചെയ്തിട്ട് വരാം, എന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ പഴങ്കഞ്ഞി കിട്ടി, നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഭയങ്കര ഹെവി ആയിപ്പോയി, കുറേ ഉണ്ട്. കുറച്ച് ചാളക്കറി എടുക്കുക. ഒന്നും വേണ്ട, ഇത് തന്നെ ഹെവി. ഇത് തന്നെ ഒരുപാടുണ്ട്. ഇത് തന്നെ തീരുമെന്ന് അറിഞ്ഞൂടാ. നല്ല ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇനിയും വേണമെന്നും പറഞ്ഞ് ചോദിച്ചു വന്നേക്കാണ്. മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പഴിഞ്ഞ് ഏകദേശം തീരാനായിട്ടുണ്ട്. നല്ല ഹെവി സംഭവമായിരുന്നു. മതി. ഇത് തന്നെ തീരാനില്ല, കുറേ ഉണ്ട്. പഴിഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് ചക്ക ചെറിയൊരു എന്തോ ഒരു പ്രശ്നമുള്ള. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നാടൻ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ലൊക്കേഷനിൽ വരാവുന്നതായിരിക്കും. അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ വേണ്ടവർ രാവിലെ 9 മണി മുതൽ എപ്പോഴും വന്നാലും നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിരിക്കാം. ഇവിടെ ബസ്സൊക്കെ ഉണ്ട്, ഉണ്ടോ? ബസ്സിൻ്റെ അടുത്ത് നമ്മുടെ വൈകിരി എത്തുപ്പുരേ ഉള്ളൂ. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് കുളപ്പുറം എന്ന് പറയുന്നതാണ്. പുല്ലമ്പാറ പാലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, അല്ലെങ്കിൽ നെടുവങ്ങാട് എന്നാണ് പറയണമെങ്കിൽ പുല്ലമ്പാറ പാലത്ത് നിന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ വരുമ്പോൾ കുളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്ഷീരോത്പാദന സഹകരണ സംഘം അതിൻ്റെ അടുത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. എൻ്റെ റിവ്യൂ ചോദിക്കാം. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഇതൊന്നും ഇട്ടറിയില്ല. ഇടൂല സംഭവം. എന്തോ ചക്കയുടെ ഒരു ഇതായിരുന്നു, ചക്ക അത്ര ശരിയായില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ബാക്കി കുഴപ്പമൊന്നുമില്ല. ചാളക്കറി അടിപൊളിയായിരുന്നു. അപ്പോൾ വേണ്ടവർക്ക് നല്ല നാടൻ ഫുഡ്, നമുക്ക് ഈ സിറ്റിയിലൊക്കെ കിട്ടുന്ന പഴങ്കഞ്ഞി ടൈപ്പല്ല, നമുക്ക് നല്ല ഗ്രാമങ്ങളിലൊക്കെ കിട്ടുന്ന നോർമൽ പഴങ്കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതായിരിക്കും.
നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. പഴങ്കഞ്ഞി 10 നമ്മൾ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഇനി ഇന്നത്തെ പ്രശ്നമാണോ അതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്ന് മാത്രം വന്നപ്പോൾ ഉള്ള ഇതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്ര പോരായിരുന്നു. മേ ബി വേറൊരു ഡേ വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഓക്കെ, പോവാം. ഇറങ്ങിക്കോ, കയറിക്കോ. ആ ബുദ്ധിയുണ്ടോ? അപ്പം തലയ്ക്കാ താമസമുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവിടെ നിന്ന് ഇനി എവിടെയെങ്കിലും പോകണോ? ഓക്കെ ഗായ്സ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി പോയിട്ട് എവിടെന്നെങ്കിലും നല്ലൊരു വെള്ളവും കൂടെ കുടിച്ചിട്ട് പോകണം. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ. പുല്ലമ്പാറ പാലത്തിൽ നിന്ന് ലെഫ്റ്റ് മുത്തിപ്പാറ പോകുന്ന റൂട്ടാണ്. ഞാൻ പണ്ട് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടെ നമ്മൾ സൂക്ഷിച്ചൊക്കെ പോകണം കേട്ടോ. ഈ റൂട്ടിൽ കൂടെയൊക്കെയാണ് KSRTC ബസ്സൊക്കെ വരുന്നത്. ഈ റൂട്ടാണ് ഈ ബസ്സെല്ലാം വരുന്നത്. അടിപൊളി കയറ്റമൊക്കെയാണ്. പിന്നെ ചുറ്റിനും കുറേ റബ്ബർ തോട്ടങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. മാറ് മാമ മാറ്. ഇത് മാമ നോക്കണേ. ഇതാണ് പുല്ലമ്പാറ പാലം. ഇതേപോലത്തെ റോഡൊക്കെ ഓടിക്കാനേ നല്ല രസമുണ്ട്. ഇതാ ഒരു മടല് ലോറി. എൻ്റെ അമ്മ. പോട്ടെ പോട്ടെ. തെങ്ങിൻ മുഖം. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരുപാട് പേരൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. എൻ്റെ സ്കൂള് തേമ്പാമൂട് ജംഗ്ഷനിൽ നിന്നാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറി അങ്ങ് നൂത്ത് പോകണം കുറേ. ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സർബത്തുണ്ടോ ഏട്ടാ? സർബത്തുണ്ടോ? അപ്പോൾ ഒരു സർബത്തും ഒരു ഗ്രേപ്പ് ജ്യൂസും എടുത്തോ. സർബത്ത് എത്ര? നോർമൽ സർബത്ത്. പാൽ സർബത്ത്. ആ അത് മതി. നിനക്കൊരു ഗ്രേപ്പാ? ആ അപ്പോൾ 2 പാൽ സർബത്ത്. എടി നിനക്ക് ഫ്രൂട്ട് സർബത്ത് വേണോ പാൽ സർബത്ത് വേണോ? 2 പാൽ സർബത്ത്.